നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മറന്നുപോയി അല്ലേ? ഞാൻ മറന്നൊന്നുമല്ല. മത്സ്യകൂർമ്മ വരാഹം അത്രേ ഉള്ളൂ. അവതാരങ്ങൾ 10 അല്ലേ? ഇത് 3 അല്ലേ ആയുള്ളൂ. അറിയാൻ വയ്യെങ്കിലേ ഞാൻ പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കാം. മത്സ്യകൂർമ്മ വരാഹം നീയേ, നരഹരിയും വാമനനും നീയേ, ബൃഹസ്തുതനും ബലരാമനും നീയേ, രാഘവനും ശ്രീകൃഷ്ണനും നീയേ. അടിപൊളി. മതി മതി, പരശുമാമൻ അങ്ങനെ അങ്ങ് ഒരുപാട് കിഴക്കോട്ട് പോയി. ഇതൊക്കെ ആർക്കാ അറിയാത്തെ? ഗോമതിക്ക്, വേറെ ആർക്കാ? എന്തിനാ ഗോമതി അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ വാദിക്കുന്നത്? ചുമ്മാ അതങ്ങ് തോറ്റു കൊടുത്താ പോരെ? ഈ പെണ്ണുമ്പോൾ ഇന്ന് ഞാൻ ആരാ തോക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഞാൻ പറയുന്ന പണി ചെയ്ത് നിങ്ങൾ ഇവിടെ ജീവിച്ചാ മതി. ശരി, സമ്മതിച്ചു. ഒരു പണി പറഞ്ഞോ? അത് ന്യായം. ദേ, ഇന്നത്തെ മുഴുവൻ അടുക്കളപ്പണി നിങ്ങൾ ചെയ്യണം. അപ്പോ കോമതി കാലുമേ കാലും കെട്ടി വെച്ച് അത് കണ്ട് ആസ്വദിച്ചിരിക്കുവല്ലേ? എനിക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് സുഖിക്കുന്ന ശീലമൊന്നുമില്ല. എങ്കിൽ പിന്നെ എന്തെങ്കിലും പണിയെടുക്ക്. പണിയെടുക്കാൻ തന്നെ പോന്നെ. നിങ്ങൾ ഈ അടുക്കളപ്പണി തീർക്കുന്ന നേരം കൊണ്ട് ഞാൻ ഈ വീട് മുഴുവനും അങ്ങ് വൃത്തിയാക്കും. വീട് വൃത്തിയാക്കുന്ന കാര്യം ഒരാഴ്ച കൊണ്ട് ഞാൻ കേൾക്കുന്ന. ഞാൻ വീട് വൃത്തിയാക്കാൻ പോയപ്പോഴല്ലേ അമ്മ പറഞ്ഞത് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണോ? എന്നിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തോ? അപ്പോഴല്ലേ ചെടിക്ക് വളമിടാൻ പറഞ്ഞത്. എന്നിട്ട് അതും നടന്നില്ലല്ലോ. മതി മതി മതി. ചുരുക്കി പറഞ്ഞ ഈ വീട്ടിൽ ഗോമതി ഒരു പണി ചെയ്യുന്നില്ലെന്ന് സാരം. അമ്മേ, പിന്നെ നീ തന്നെയല്ലേടി പറഞ്ഞ ഈ വീട്ടിൽ പണിയൊന്നും ചെയ്യുന്നില്ലെന്ന്? പിന്നെ ഇവിടെ ഈ കണ്ട പണിയെല്ലാം ചെയ്യുന്നത് ഈ പെണ്ണുമ്പിള്ള തന്നെയാണെന്ന് അമ്മ വിചാരിച്ചോ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ വിചാരിച്ചിട്ടില്ല. പിന്നെ നീ പറഞ്ഞപ്പോ ഞാനത് കേട്ടേ ഉള്ളൂ. അപ്പൊ ഇന്നെന്താ പരിപാടി? വീട് ക്ലീൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ. അന്നേ നീ ഇവിടെ നിക്കേ. പിടിക്കേ.